സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 73-ാം ദിവസം. മെയ് 5 മുതൽ ആശാ വർക്കർമാരുടെ സമരയാത്ര ആരംഭിക്കും. മെയ് 1-ന് തലസ്ഥാനത്തെ സമരവേദിയിൽ നിന്ന് സമരയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ജൂൺ 17-ന് തിരികെ സമരവേദിയിൽ എത്തും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 73-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരവധിയായിട്ടുള്ള സമരമുറകളാണ് അവർ പ്രയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമരയാത്ര മെയ് 5 മുതൽ ആശാ വർക്കർമാരുടെ സമരയാത്ര ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ അവിടെ തുടരും തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃദ്ധ ഇപ്പോൾ 73-ാം ദിവസത്തിലേക്കാണ് ആശമാരുടെ സമരം എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നിരാഹാര സമരം 35-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലും ആശമാരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നുള്ള ഒരു ഉറപ്പിന്മേൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം തന്നെയാണ് ആശമാർ പുതിയ സമരമുറകളുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എത്രത്തോളം പ്രതിസന്ധികൾ വന്നാലും അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും മെയ് 5 മുതൽ തന്നെ സമരയാത്ര ആരംഭിക്കുകയാണ്. മെയ് 1-ന് തന്നെ തലസ്ഥാനത്ത് സമരവേദിയിൽ നിന്നും ഇവിടെ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ്. ഏതായാലും ആശമാരുടെ വലിയ ഒരു പ്രതിഷേധം അതിനി ഒരു സമരയാത്രയായി മാറുകയാണ്. മെയ് 5-നാണ് തുടങ്ങുന്നത്. അപ്പോൾ മെയ് 1-ന് തന്നെ ഇവിടുത്തെ ഫ്ളാഗ് ഓഫ് ഉണ്ട് ഈ തിരുവനന്തപുരത്തെ ഈ സമരവേദിയിൽ നിന്ന്. എങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? മെയ് 1-ന് മെയ്ദിന റാലി ഈ സമരപ്പന്തലിനെ കേന്ദ്രീകരിച്ചുണ്ടാവും. ആശമാർ പങ്കെടുക്കും. അതേ തുടർന്ന് ഇവിടെ നിന്ന് 1-ാം തീയതി തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ഈ സമരപ്പന്തൽ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ സമരയാത്ര നടക്കുന്നത്. ഓരോ ജില്ലകളിലും 2-3 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വലിയ സമ്മേളനങ്ങളുണ്ടാവും. അവിടെ തന്നെ രാപ്പകൽ ആശാ വർക്കർമാർ ഉറങ്ങിക്കൊണ്ട് ഈ സമരപ്പന്തലിന് സമാനമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. വലിയ പരിപാടികളായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും സമരപ്പന്തലുകൾ ഇനി ഉയർത്താനാണ് മൊത്തം കേരളം മുഴുവനുമായിട്ട്? തീർച്ചയായിട്ടും സമരപ്പന്തൽ സഞ്ചരിക്കുന്ന സമരപ്പന്തൽ. അപ്പോൾ അത് കഴിഞ്ഞ് ജൂൺ 17-ന് മടങ്ങിയത്. ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വളരെ മുന്നോട്ട് തന്നെ വയ്ക്കും. തീർച്ചയായിട്ടും, കാരണം അത് പരിഹരിക്കാതെ ഗവൺമെന്റിന് പോകാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് അവരുടെ ആളുകൾ എത്ര കാര്യങ്ങൾ കള്ളം പറഞ്ഞാലും അതൊരു നഗ്നമായൊരു യാഥാർത്ഥ്യമാണത്. വരുമാനമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇപ്പോൾ സർക്കാരിന് വരുമാന പ്രതിസന്ധി ഇല്ല എന്നുള്ളത് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുകയും ചെയ്തു സർക്കാരിന് ഒരു പ്രതിസന്ധിയില്ല, പക്ഷേ ആശാ വർക്കർമാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുള്ളതാണ്. അത് ശരിയല്ല. ആ നിലപാട് സർക്കാർ മാറ്റണം. ഒരിടയ്ക്ക് ഒരു 3000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ സമിതിയെ രൂപീകരിക്കുന്നതിന് തയ്യാറാണ് ആശമാരെങ്കിലും ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനെങ്കിലും സർക്കാർ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും അതിന് ഒരു പിന്തുണ നൽകി. അതെ, അടിയന്തരമായ ഒരു 100 രൂപ പ്രതിദിനം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതുപോലും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷെ 100 കോടി ചെലവഴിച്ചുകൊണ്ടുള്ള വലിയൊരു മാമാങ്കം ഇവിടെ നടക്കുകയാണ്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും ആശമാർ സമരം കടുപ്പിക്കുകയാണ്. സമരം കടുപ്പിക്കും. ഓരോ ഘട്ടവും സമരം മാറി മാറി വരുമെന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ 73 ദിവസമാണ് രാപ്പകൽ സമരം നടത്തി വരുന്നത്. അതേസമയം തന്നെ നിരാഹാര സമരവും 35-ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആശമാർ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. സമരയാത്ര തുടങ്ങും. മെയ് 1-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. മെയ് 5-ന് പലയിടങ്ങളിൽ തന്നെ വ്യാപിപ്പിച്ചുള്ള സമരം അത് പിന്നീട് തുടർന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമായി മാറിക്കൊണ്ട് വീണ്ടും ജൂൺ 17-ന് ഇവിടേക്ക് സമരപന്തലിലേക്ക് തന്നെ സമാപിക്കും. എന്നാലും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരു അംശം പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിന്റെ പരിപാടികൾ 4 വർഷ പരിപാടിക്ക് ചിലവാക്കുന്ന പണത്തിന്റെ ഒരു ചെറിയ അംശം പോലും ആശമാർക്ക് നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അത് പൂർണ്ണമായും എതിർത്തുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വാദത്തെ എതിർത്തുകൊണ്ട് തന്നെ ആശമാർ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ശരി വിഷ്ണു.